അടുത്തതായിട്ട് എക്സാമ്പിൾ 8 ശ്രദ്ധിക്കുക. ബാൻസി ഹാസ് 3 times as many 2 rupee coins as he has 5 rupee coins. ബാൻസിയുടെ അടുത്ത് 2 രൂപയുടെ കോയിൻ ഉള്ളത് 5 രൂപയുടെ കോയിൻ ഉള്ളതിൻ്റെ 3 ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ if he has in all sum is Rs 77, how many coins of each denomination does he have? അവൻ്റെ അടുത്തുള്ള ടോട്ടൽ പൈസ 77 രൂപയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഓരോന്നിൻ്റെയും എത്ര എണ്ണം ഉണ്ട്? 3 രൂപ 2 രൂപയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ട്? 5 രൂപയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രൂപം, ഇവിടെ ഏറ്റവും കുറവുള്ളത് 5 രൂപയുടെ കോയിനുകളാണ്. അതിൻ്റെ 3 ഇരട്ടിയാണ് 2 രൂപയുടെ കോയിൻ ഉള്ളത്. അപ്പോൾ 5 രൂപയുടെ കോയിൻ്റെ നമ്പർ എക്സ് ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എത്ര? 3x. അതാണ് 2 രൂപയുടെ കോയിൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ ദെൻ ദ നമ്പർ ഓഫ് 2 rupee കോയിൻ ഹി ഹാസ് ഈസ് 3 times x. എക്സിൻ്റെ 3 ഇരട്ടിയാണ്, ഓർ അല്ലെങ്കിൽ 3x എന്നുള്ളതാണ്. ദ എമൗണ്ട് ബാൻസി ഹാസ്, ബാൻസിയുടെ അടുത്തുള്ള എമൗണ്ട് ആണെങ്കിലോ Rs 77 ആണ്. അങ്ങനെ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ 5 രൂപയുടെ കോയിന് 5x, അതേമാതിരി തന്നെ 2 രൂപയുടെ കോയിന് 2 × 3x ആണ് അല്ലേ. 5 രൂപയുടെ കോയിൻ എന്ന് പറഞ്ഞാൽ 5 രൂപ ഇൻറ്റു എത്ര നമ്പർ, എക്സ് തന്നെ എത്ര നമ്പർ ഉള്ളത് അത്. അതേമാതിരി തന്നെ 2 രൂപ ഇൻറ്റു എത്ര കോയിൻ ഉണ്ടോ അത് 3x ആണ്, അപ്പോൾ 3x. അപ്പോൾ 2 × 3 എത്ര? 6x. 5x 6x കൂട്ടിയാൽ 11x കിട്ടും. 11x ആണ് എന്ത്? 77 രൂപ എന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ എക്സ് എത്ര? എക്സ് 77 11 അരിച്ചാൽ 7 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ കോയിൻ എണ്ണമുണ്ട്. അപ്പോൾ 2 രൂപയുടെ കോയിനോ 21 എണ്ണമുണ്ട് അല്ലേ. അപ്പോൾ 7 × 5 എത്ര? 35. 21 × 2 44. 35 44 3 × 21 ആണ്. 3 × x 21. അപ്പോൾ 21 44 44 35 77. ഓക്കെ, ഇനി ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 11 ഈസ് 363. തുടർച്ചയായിട്ടുള്ള 3 11ൻ്റെ ഗുണിതങ്ങൾ കൂട്ടിയാൽ 363 കിട്ടും. ഏതൊക്കെയാണ് ആ തുടർച്ചയായിട്ടുള്ള 3 ഗുണിതങ്ങൾ എന്നാണ് ചോദ്യം. ഇതൊക്കെ വല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് നമ്മൾ എക്സ് ഇട്ടുകൊണ്ട് വേരിയബിൾ ഉപയോഗിച്ചിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ നോക്കൂ, എക്സ് എന്നുള്ളത് മൾട്ടിപ്പിൾ, ഒന്നാമത്തെ മൾട്ടിപ്പിളാണ് എന്ന് വിചാരിച്ചോളൂ. ചോദ്യം മനസ്സിലാക്കണേ. ഈ എക്സ് എന്നുള്ളത് ചോദ്യം 11ൻ്റെ 3 ഗുണിതങ്ങൾ കൂട്ടിയാൽ, ഉദാഹരണത്തിന് 15ഉം അതേമാതിരി തന്നെ 20ഉം 25ഉം തമ്മിലുള്ള ബന്ധം എന്താ? അത് 5ൻ്റെ തുടർച്ചയായിട്ടുള്ള 3 ഗുണിതങ്ങളാണ്. ഇത് 2 3 കൂട്ടിയാൽ കിട്ടലെത്ര? 20 25ഉം 20ഉം 45ഉം 5ഉം 50ഉം 60 കിട്ടും. അപ്പം അങ്ങനെ ചോദ്യം, തുടർച്ചയായിട്ടുള്ള 5ൻ്റെ 3 ഗുണിതങ്ങൾ കൂട്ടിയാൽ 60 കിട്ടും എങ്കിൽ ആ തുടർച്ചയായിട്ടുള്ള 3 ഗുണിതങ്ങൾ എത്രയെന്നാണ് ചോദ്യം. അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഇവിടെ. തുടർച്ചയായിട്ടുള്ള 11ൻ്റെ 3 ഗുണിതങ്ങൾ കൂട്ടിയാൽ 363 കിട്ടും. അപ്പോൾ ഈ 3 ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഇതിൽ 3 കിട്ടാനില്ലേ, അതിൽ ഒന്നാമത്തേന് മാത്രം എന്ത് ചെയ്യുക? എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ എന്താകും? രണ്ടാമത്തെ എക്സ് + 11 ആകും. കാരണം ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് 22 വിചാരിച്ചോളി. അപ്പോൾ തൊട്ടപ്പുറത്തത് 33 ആവില്ലേ അല്ലേ. അപ്പോൾ 22 11 33 അല്ലേ. അപ്പോൾ അത് തന്നെയല്ലേ 22 + 11 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്. ഒന്നാമത്തെ എക്സ് ആണ്, രണ്ടാമത്തെ എക്സ് + 11 ആകും. മൂന്നാമത്തെ എക്സ് + 11 + 11 ആകും. ഇനി നാലാമത്തെ ഉണ്ടെങ്കിൽ എക്സ് + 11 + 11 + 11 എന്നാകും. ഈ 11 + 11 എന്നുള്ളത് 22 ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ 3 സംഖ്യകളും കിട്ടി. എന്ത്? എക്സ് + 11 + എക്സ് + 22. ഈ 3 സംഖ്യകളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 363 കിട്ടും.
ഇനി വളരെ സുഖമാണ്. ഇവിടെ എക്സും കൂട്ടിയാൽ എത്ര കിട്ടും? 3x. 11 22 കൂട്ടിയാൽ 33. അപ്പോൾ 3x+33 323. ഇനി ഇവിടെ 33 ഇങ്ങോട്ട് ഇടും. അപ്പോൾ 323 മൈനസ് 33. അപ്പോൾ 330 കിട്ടും. 3x 30ആണെങ്കിൽ ഒരു എക്സ് എത്ര? 110 രൂപ. ഓക്കെ, അപ്പോൾ 110. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എത്രയാണ്? 110 110 പ്ലസ് 121, അതായത് 110 പ്ലസ് 11. രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ 111 പ്ലസ് 110 പ്ലസ് 11 പ്ലസ് 11. അങ്ങനെ 3 സംഖ്യയും കിട്ടി. അതൊക്കെയാണ് അത് 110 121 132. ഇനി അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹോൾ നമ്പേഴ്സ് ഈസ് 66. The ratio of the two number is 2:5. What is the two number? രണ്ട് നമ്പറുകൾക്കിടയിലുള്ള വ്യത്യാസം 66ആണ്. ആ രണ്ട് നമ്പറുകളുടെയും റേഷ്യോ ഒന്ന് 2 ആണെങ്കിൽ മറ്റേത് 5 ആണ്. അപ്പോൾ ഒന്നാമത്തെ 4 ആണെങ്കിൽ രണ്ടാമത്തേത് 10 ആകും. അതായത് ഈ ഒരു റേഷ്യോയിലാണ്. അപ്പോൾ ഒന്നാമത്തേത് 20 ആണെങ്കിൽ രണ്ടാമത്തേത് എന്താകും? 50 ആകും എന്നർത്ഥം. പക്ഷെ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 66ആണ്. അപ്പോൾ ആ 66 ഡിഫറൻസ് ഉണ്ടാകാൻ പറ്റുള്ളൂ. അതിൻ്റെ റേഷ്യോ ആണെങ്കിൽ ഈ ഒരു കോലത്തിലുമാണ്. അപ്പോൾ നോക്കി അതെങ്ങനെ കണ്ടെത്താന്ന്. റേഷ്യോ 2:5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2x പിന്നെ അതേമാതിരി 5x, അതായത് ഒരു സംഖ്യ എന്താണ് രണ്ട് സംഖ്യയും ഒരേ രീതിയിൽ ഗുണിക്കാൻ കഴിയുമെന്നാണല്ലോ. അതല്ല ഇപ്പോൾ റേഷ്യോൻ്റെ കണക്ക്. അതായത് ഇപ്പോൾ 25 രണ്ട് സംഖ്യകൾ തമ്മിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തരം കിട്ടാനുള്ള സംഖ്യകൾ 20ഉം 30ഉം ആണ് വിചാരിച്ചോളി. അപ്പോൾ നമ്മളതിൻ്റെ റേഷ്യോ എത്ര പറയാ? 2:3 എന്നല്ലേ? അല്ലേ? 2:3. അപ്പോൾ ഇവിടെ 2x10 അതേമാതിരി തന്നെ 3x10 ആണല്ലോ നമുക്ക് കിട്ടാനുള്ള സംഖ്യ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടിടത്തും ഏതോ ഒരു സംഖ്യയിട്ട് ഗുണിക്കാണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2x എന്നും അതേമാതിരി തന്നെ ഇവിടെ 3x എന്നും ആക്കണേ, ആ രണ്ട് സംഖ്യകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു റേഷ്യോ നമ്പർ ഈസ് 5x. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിഫറൻസ് എത്ര? 66 അല്ലേ? അപ്പോൾ 5x 2x കുറച്ചാൽ എത്ര ഡിഫറൻസ് കിട്ടുക? 66. അപ്പോൾ 5x 2x കുറച്ചാൽ എത്ര? 3x. അപ്പോൾ അത് 66. അപ്പോൾ 1x 22. ഓക്കെ, അപ്പോൾ 22 ആണ് എക്സ് എന്നുണ്ടെങ്കിൽ 2 × x ആണല്ലോ നമുക്ക് ഉത്തരം കിട്ടാനുള്ളത് അല്ലേ? 2x എത്ര? 44. ഒരു സംഖ്യ 44. പിന്നെ 5x 5 × 22 110. അപ്പോൾ മറ്റേ സംഖ്യ 110. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളും വളരെ സിമ്പിളായിട്ട് കിട്ടിയെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 11. Deveshi has a total of Rs 590 as currency note. ദേവേശിയുടെ അടുത്ത് Rs 590 രൂപ ഉണ്ട്. അത് കറൻസി നോട്ടാണ്. അപ്പോൾ എത്ര റുപ്യൻ്റെ നോട്ട് ഒക്കെ ഉള്ള അറിയോ? 50ൻ്റെ ഉണ്ട്, അതേമാതിരി 20 10 ഈ 3 നോട്ടുകളും ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ വേറെ ഇടയിലുള്ള കാര്യം പറയാനുള്ളത്, ഇതേപോലുള്ള എക്സാമ്പിളുകൾ നിങ്ങൾക്ക് 1 2 3 4 വട്ടമൊക്കെ കേട്ടാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ പറയാനുള്ളത് അത്ര തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയണില്ല. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് 50 നോട്ട് ആൻഡ് 20 നോട്ട് ഈസ് 3:5. അതേമാതിരി തന്നെ ടോട്ടൽ 25 നോട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടല് 590 റുപ്യ ഉണ്ട്. 50ൻ്റെ 20ൻ്റെ 10ൻ്റെ നോട്ടുണ്ട്. 50ൻ്റെ നോട്ടിൻ്റെത് 3 ആണെന്നുണ്ടെങ്കിൽ 20ൻ്റെ നോട്ട് എന്താകും? 5 ആകും. അതാണ് അതിൻ്റെ റേഷ്യോ. പിന്നെ 10ൻ്റെ നോട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 25 നോട്ടാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഓരോ നോട്ടും 50ൻ്റെ നോട്ട് എത്ര ഉണ്ട്, 20ൻ്റെ നോട്ട് എത്ര ഉണ്ട്, 10ൻ്റെ നോട്ട് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കി, ലെറ്റ് ദ നമ്പർ ഓഫ് Rs 550 നോട്ട് ആൻഡ് 20 നോട്ട്സ് ബി 3x × 5x. ഇപ്പോൾ ഇവിടെ 3 × 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിക്കും 3ഉം 5ഉം അല്ലല്ലോ. അപ്പോൾ 3 നോട്ടും മറ്റേ 5 നോട്ടും അല്ല. അപ്പോൾ അതിൻ്റെ എക്സ് ആകും. ചിലപ്പോൾ 3 ആകാം, ചിലപ്പോൾ 5 ആകാം. പക്ഷെ എങ്ങനെയായാലും അപ്പോൾ എക്സ് 1 ആകും. ഏതായാലും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ റേഷ്യോക്ക് എക്സ് ഇട്ട് കൊടുത്ത മാതിരി ഇവിടെ എക്സ് ഇട്ട് കൊടുക്കുന്നു. കാരണം എന്നാലും ആ സംഖ്യ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ടോട്ടലാണെങ്കിൽ 25 നോട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നമ്പർ ഓഫ് 10 നോട്ട് 10 റുപ്യ Rs 10 നോട്ട് 10 റുപ്യേൻ്റെ നോട്ടിൻ്റെ കണക്കോടെ എങ്ങനെ കിട്ടുക? 25 മൈനസ് 3x പ്ലസ് 5x അല്ലേ? ഈ 3x ആണ് എന്തിൻ്റെ നോട്ട്? ഈ 50ൻ്റെ നോട്ട്. അതേമാതിരി തന്നെ 5x ആണ് 20ൻ്റെ നോട്ട്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് അത് 25 കുറച്ചാൽ എന്ത് കിട്ടുക?
ഇതിൻ്റെ മറ്റേ ആരെ 10ൻ്റെ നോട്ട് എത്രയാണുള്ളത് കിട്ടുക. അപ്പോൾ 25 മൈനസ് 8x എന്ന് കിട്ടും. അതാണ് എത്ര 10ൻ്റെ നോട്ടിൻ്റെ കണക്ക് എത്ര ചോദിച്ചാൽ അത് 25 മൈനസ് 8x എന്നുള്ളതാണ് 10ൻ്റെ നോട്ടിൻ്റെ കണക്ക്. ഇനി നോക്കാം, ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും ചെയ്യും. ഇനി അത് ഗുണിക്കണ്ടേ, കാരണം ഓരോന്നിനും 50 3x ഇൻറ്റു 50 3x എന്നുള്ള 50ൻ്റെ നോട്ടാണല്ലോ. അപ്പം 3x ഇൻറ്റു 50 150x ആണ്. അതേമാതിരി തന്നെ 20ൻ്റെ നോട്ടുള്ളത് 5x ആണ്. അപ്പോൾ 5x ഇൻറ്റു 20 100x. അതേമാതിരി തന്നെ 10ൻ്റെ നോട്ടുള്ളത് 25 മൈനസ് 8 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു 10ൻ്റെ നോട്ടുള്ളത്. അപ്പോൾ 25 മൈനസ് 8x എന്നുള്ളത് അത് 10 ഗുണിച്ചാൽ 250 മൈനസ് 80x എന്നുള്ളോ. ഇനി ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം, 590 കിട്ടും വേണം. ഓക്കെ, അപ്പോൾ നോക്കാം, മൂന്നും കൂടി കൂട്ടി നോക്കാം. 150x ഇത് കൂട്ടി, അതേമാതിരി തന്നെ 100x, അതേമാതിരി തന്നെ 250 മൈനസ് 80x ഇത് മൂന്നും കൂടി കൂട്ടി. അപ്പോൾ മൂന്നും കൂടി കൂട്ടിയാൽ നേരെ കൂട്ടല്ലോ. 150ഉം 100 എത്ര 250, 250ഉം പ്ലസ് എത്ര 200 ഇനി ഇവിടെ 150 പ്ലസ് 100 250. പിന്നെ അതിന് 80x കുറയ്ക്കാണ്ട് അല്ലേ. അപ്പോൾ 250x-ന്ന് 80x കുറച്ചാൽ ബാക്കി 150x. പിന്നെ 250 നേരെ കുറയ്ക്കാനൊന്നുമില്ല, അപ്പോൾ നേരെ എടുത്ത് എഴുതാനുള്ളൂ. അപ്പോൾ 150x പ്ലസ് 250 എന്ത് 590. 150x പ്ലസ് 250 ആകും 590. അപ്പോൾ ഇനി 150x എന്നുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് 250 നമ്മൾ ഇങ്ങോട്ടാക്കുമ്പോൾ ബാക്കി 340 കിട്ടും. എന്തിനത് ആക്കണത്, എക്സിൻ്റെ വാല്യൂ കിട്ടാൻ. ഇനി ഇവിടെ എക്സ് ഗുണിക്കാനാണല്ലോ, അപ്പോൾ ഇവിടെ എക്സ് ആയിട്ട് 150 ഗുണിക്കാം. ഇവിടെ എന്ത് ചെയ്യുക, എക്സ് ആയിട്ട് ഹരിക്കാം. അപ്പോൾ 350 ഹരിക്കണം 150 എന്തെങ്കിലും കിട്ടും 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ് 2 എന്നുള്ളതാണ് എക്സിൻ്റെ വാല്യൂ. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് 50ൻ്റെ നോട്ട് 3x എന്ന് പറഞ്ഞാൽ 3x എന്ന് പറഞ്ഞാൽ 3 × 2 6 അതേമാതിരി തന്നെ 20ൻ്റെ നോട്ട് എത്ര ചോദിച്ചാൽ 5x നേരത്തെ പറഞ്ഞിരുന്നു. 5x എത്ര ഈ 10 അതേമാതിരി തന്നെ 10ൻ്റെ നോട്ട് പറഞ്ഞത് 25 മൈനസ് 8x ആണ്. 25 മൈനസ് 8x പറഞ്ഞാൽ 25 മൈനസ് 8 × 2 അതായത് 16. അപ്പോൾ 25 മൈനസ് 16 9 നോട്ട് 10ൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 9 10ൻ്റെ നോട്ടും അതേമാതിരി തന്നെ 10 20ൻ്റെ നോട്ടും പിന്നെ 6 50ൻ്റെ നോട്ടുമാണ് അയാളുടെ അടുത്തുള്ളത് എന്ന് ടോട്ടൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി 10 വളരെ ഉഷാറായിട്ട് എഴുതുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അയച്ചു തരും. ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയതിൻ്റെ ശേഷം അതിൽ നോക്കുക, അങ്ങനെ അത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.